അപ്പോൾ നമുക്ക് നമ്മുടെ ലീഡേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫോം ലഭിച്ചിട്ടുണ്ട്, ഹൈ റിച്ച് സർവൈവൽ സർവേ എന്ന് പറഞ്ഞിട്ട്. ഈ സർവേയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക്, അതായത് റീഫണ്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതിനൊരു പ്രയോറിറ്റി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നീഡ്സ് കൊടുത്തിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് ഈ സർവേയിൽ പങ്കെടുക്കാം. പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ ബാക്കി എമൗണ്ട് ആണ് നിങ്ങൾക്ക് തിരിച്ചു തരിക. അതാണ് ഇതിലെ മെയിനായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഏതാണോ ആ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൂഗിൾ ഫോം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രയോറിറ്റി നീഡ്സ് എന്താണ്? നിങ്ങൾ പ്രയോറിറ്റി, ചില ആളുകൾക്ക് പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ഹോസ്പിറ്റൽ, ബാങ്ക് എവിക്ഷൻ, ഹാൻഡിക്യാപ്ഡ്, മാരേജ്, ബാങ്ക് EMI, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓരോ നീഡ് അനുസരിച്ച് അവിടെ ഒരു ടിക്കറ്റ് കൊടുക്കുക. അവിടെ ഡോട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ പേര്, കറക്റ്റ് പേര് ഫില്ല് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സ് ഫില്ല് ചെയ്യുക. സെക്കൻഡായിട്ട് പിന്നെ വരുന്നത് ഡിസ്ട്രിക്റ്റ്, ഏതാണ് നിങ്ങളുടെ ജില്ല എന്നുള്ളത് സെലക്ട് ചെയ്യുക. മൂന്നാമതായിട്ട് വരുന്ന അതാണ്. പിന്നെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ഫില്ല് ചെയ്യുക. ശേഷം വരുന്നത് വാട്സപ്പ് നമ്പർ, നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പർ ഫില്ല് ചെയ്യുക. ഈ വാട്സപ്പ് നമ്പറൊക്കെ ഉപയോഗിക്കുന്നത് കമ്പനിയിൽ നിന്ന് നിങ്ങളിലോട്ടൊരു കൺഫർമേഷൻ മെസ്സേജും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ലീഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളിലോട്ടൊരു കൺഫർമേഷൻ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ ഹൈ റിച്ചിൽ ഉപയോഗിച്ചിരുന്ന മദർ ID നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. മദർ ID നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മദർ ID നമ്പർ കൊടുക്കുക. പിന്നെ ഇവിടെ പ്ലാൻ ആക്ടിവേറ്റ്, ഏതൊക്കെ പ്ലാൻ നിങ്ങൾ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡിജിറ്റൽ പ്ലാൻ ആക്ടിവേഷൻ ചെയ്ത്, ഗ്രോസറി പ്ലാൻ, OTT പ്ലാൻ. അപ്പോൾ 3 പ്ലാൻ ആക്ടിവേഷൻ ചെയ്തവർക്ക് അത് ഫില്ല് ചെയ്യാം, അല്ല ഒരു പ്ലാൻ മാത്രമാണെങ്കിൽ അത് ഫില്ല് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഡിജിറ്റൽ ആക്ടിവേറ്റഡ്, അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ പ്ലാൻ ആക്ടിവേഷൻ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഈ ഒരു ടോട്ടൽ ഡിജിറ്റൽ എത്ര ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട് എമൗണ്ട് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ 10 ഡിജിറ്റൽ ID ആണ് ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 1,00,000 എന്ന് നിങ്ങൾക്ക് അവിടെ അടിച്ചു കൊടുക്കാൻ പറ്റും. ശേഷം ടോട്ടൽ ഗ്രോസറി ആക്ടിവേറ്റഡ്, അത് നിങ്ങളിവിടെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ OTT ആക്ടിവേഷൻ എമൗണ്ട് ആണ് അവിടെ കൊടുക്കേണ്ടത്. ആക്ടിവേറ്റഡ് ഗ്രാൻഡ് ടോട്ടൽ നിങ്ങൾ എത്ര ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട്, അതായത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഗ്രാൻഡ് ടോട്ടൽ, ഇവിടെ 3 സെലക്ട് ചെയ്ത ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഇത് 3 എന്ത് ചെയ്യുക, കണക്ക് കൂട്ടിയിട്ട് ടോട്ടലായിട്ട് ഇവിടെ എഴുതി കൊടുക്കണം. ശേഷം അതാണ് നിങ്ങളുടെ മുടക്ക് മുതൽ എന്ന് പറയുന്ന എമൗണ്ട് ഇവിടെയാണ് വരിക. ടോട്ടൽ എത്ര എമൗണ്ട് ആണ് നിങ്ങൾ ഈ കമ്പനിയിലോട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. റെസീവ്ഡ് ഗ്രാൻഡ് ടോട്ടൽ, ഈ പറയുന്ന നിങ്ങൾ കൊടുത്തിട്ടുള്ള ഈ എമൗണ്ടുകളിൽ നിങ്ങൾക്ക് എത്രയാണ് ഈ പറയുന്ന ടോട്ടൽ ഗ്രാൻഡ് ടോട്ടലിൽ നിന്ന് എത്രയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് എഴുതി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വിഡ്രോവൽ എത്രയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ആ ചോദ്യം നിങ്ങളുടെ ഐഡികൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ശേഷം സ്പോൺസർ നെയിം, നിങ്ങളുടെ സ്പോൺസർ നെയിമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങളുടെ ID നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസർ നെയിം കാണാൻ പറ്റും. സ്പോൺസർ മൊബൈൽ നമ്പർ, നിങ്ങളുടെ സ്പോൺസർ ആരാണ് അവരുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് അതിൽ വെക്കാൻ പറ്റും. ഈ ഒരു സ്പോൺസർ ID എന്ന് കാണുന്നുണ്ട്. സ്പോൺസർ ID എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പോൺസറുടെ ID, നിങ്ങളുടെ മദർ ID പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ യുവർ ലീഡർ നെയിം, ഈ ലീഡർ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലീഡർഷിപ്പിൽ ഏറ്റവും പ്രയോറിറ്റി നിങ്ങളുടെ ഒന്നെങ്കിൽ ഗ്രൂപ്പ് നെയിമോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീം നെയിമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വെക്കുക. ഇവരുടെ ലീഡറിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ ലീഡേഴ്സിനോട് ചോദിച്ചിട്ട് അവിടെ വെക്കുക. കാരണം അത് നിങ്ങളിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി വേ ആണത്. അപ്പോൾ അത് നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ കൺഫർമേഷൻ, ഈ മുകളിൽ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അറിവും സമ്മതത്തോടു കൂടിയാണെന്നുള്ളത് ഒരു ടിക്കാണത്. അഗ്രി, സബ്മിറ്റ് ആണ്, ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണ്, നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്ന ഒരു 2 ടിക്കാണ് ഇവിടെ വരുന്നത്. ഈ 2 ടിക്കും ചെയ്തതിനു ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫോം അവിടെ ഫില്ലായിട്ട് ഈ പറയുന്ന ലീഡേഴ്സിൻ്റെ കയ്യിലോട്ട് അത് എത്തിക്കഴിഞ്ഞാൽ അത് ഭാഗമായിട്ട് നിങ്ങളിലോട്ട് പിന്നീട് അതിൻ്റെ കൺഫർമേഷൻ കോളുകളും അവരിലോട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോമാണിത്. അപ്പോൾ ഈ ഫോം കിട്ടിയ മുറയ്ക്ക് ശേഷം അടുത്ത അപ്ഡേഷനുമായിട്ട് ഈ പറയുന്ന ലീഡേഴ്സ് നിങ്ങളിലോട്ട് എത്തുന്നതാണ്. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താം. നിങ്ങൾ എത്രയാണോ ഇതിലോട്ട് നിങ്ങളുടെ ടോട്ടൽ ഗ്രാൻഡ് എമൗണ്ട് ആയിട്ട് വരുന്നത്, ആ മുതൽ മുടക്കിയ എമൗണ്ട് വരുന്നത്, അതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കിട്ടിയ തുകയും കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് കിട്ടാനുള്ള ഒരു സർവൈവൽ ഫോമാണിത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തേണ്ടവർക്ക് ഉപയോഗപ്പെടുത്താം. ബാക്കിയുള്ളവർക്ക് കമ്പനി തിരിച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. താങ്ക് യു സോ മച്ച്.